ഹായ്, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ വന്നേക്കുന്നത് വീണ്ടും ഒരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഐ ഡി എന്ന് പറയുന്നത് ജൂലൈ 4 ഈ ഒരു റോസിൻ്റെ ഐ ഡി വരുന്നത്. വൈറ്റും ഒരു മജന്ത ഷെയ്ഡും കൂടെ വരുന്നതാണ്. മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ. ഒത്തിരി അങ്ങ് പൂക്കൾക്ക് വലിപ്പം ഉണ്ടാവില്ല. മിനിയേച്ചറാണ്. ലീഫും കാര്യങ്ങളൊക്കെ മിനിയേച്ചറാണ്. പിന്നെ ഇയാളൊരു ക്രീപ്പർ ടൈപ്പ് കൂടെയാണ് കേട്ടോ. നമുക്ക് പടർത്തി വിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. മിനിയേച്ചർ കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ജൂലൈ 4 ഐ ഡി വരുന്നത്. നമ്മുടെ സെൻറ്റിമെൻ്റൽ റോസിൻ്റെ സെയിം കളറാണ് വരുന്നത്. അടുത്തതായിട്ട് 7 ഡേ റോസാണ്. 7 ഡേയ്സിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇത് ഈ ഒരു കളറിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. 2-3 ടൈപ്പ് 7 ഡേയ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഈ ഒരു റോസാണ്. ചില ടൈമിൽ ഇതിൽ ഒരു പിങ്ക് ഷെയ്ഡിൽ ഫ്ലവറിങ് വരാറുണ്ട് കേട്ടോ. രണ്ടും എനിക്ക് ഒരു പ്ലാന്റ് തന്നെ 2 ടൈപ്പിലും ഫ്ലവറിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതാണെന്ന് കറക്റ്റ് അറിയില്ല. ഇപ്പോൾ ഇന്ന് വിരിഞ്ഞേക്കുന്നത് ഇത് ഈ ഒരു യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ. അടുത്തതായിട്ടുള്ളത് സെൻറ്റിമെൻ്റൽ റോസാണ്. വൈറ്റും പിങ്കും കോമ്പിനേഷനിൽ വരുന്നതാണ്. പൂക്കൾക്ക് ഒത്തിരി വലിപ്പം ഉണ്ടാവും. നല്ല വലിപ്പമാണ് പൂക്കൾക്ക്. ഇതളുകളും അങ്ങനെ തന്നെയാണ്. സെൻറ്റർ പോർഷൻ നമുക്ക് എടുത്ത് കാണാനായിട്ട് പറ്റും. നല്ല ഭംഗിയാണ്. അതുപോലെ നല്ല സ്മെല്ലും കൂടെ ഉള്ളൊരു ടൈപ്പാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഫ്രാഗ്രൻസ് ഉള്ളൊരു ടൈപ്പാണ്. ഐ ഡി വരുന്നത് സെൻറ്റിമെൻ്റൽ റോസ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് സെൻറ്റിമെൻ്റൽ റോസിനോട് തന്നെ സാമ്യമുള്ളൊരു റോസാണ്. പക്ഷേ ഡിഫറെൻ്റ് ആണ് കേട്ടോ. നമ്മുടെ ജസ്റ്റ് ഇമാജിൻ റോസിനേക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ് ഈ ഒരു റോസ് എന്ന് പറയുന്നത്. ഞാൻ രണ്ടും കൂടെയുള്ള ഡിഫറൻസ് കാണിച്ചു തരാം. ഇപ്പോൾ ചിലർക്ക് കാണുമ്പോൾ ഇത് സെൻറ്റിമെൻ്റൽ റോസ് അല്ലേ എന്ന് തോന്നും. പക്ഷേ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വൈറ്റും റെഡും കോമ്പിനേഷനിലാണ്. നേരത്തെ ഒരു പിങ്കിൻ്റെ കോമ്പിനേഷനാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഇതിൽ വരുമ്പോഴത്തേക്കും റെഡും വൈറ്റും കോമ്പിനേഷനിലാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് വരുന്നത്. അപ്പോൾ രണ്ടും കൂടെയുള്ള ഡിഫറൻസ് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ദേ സെൻറ്റിമെൻ്റൽ റോസും ഈ ഒരു റോസും കൂടെ ഒരുമിച്ച് വെച്ചതാണ്. സെൻറ്റിമെൻ്റലിൽ വരുമ്പോൾ കൂടുതലായിട്ട് റെഡ് ഷെയ്ഡ് അത് വൈറ്റ് ഷെയ്ഡ് കയറി വരുന്നുണ്ട്. രണ്ടാമത്തെ റോസിലാണെന്നുണ്ടെങ്കിൽ റെഡ് ഷെയ്ഡ് കൂടുതലായിട്ടാണ് കയറി വരാറുള്ളത് കേട്ടോ. അപ്പോൾ അതേ രണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. കളർ കോമ്പിനേഷൻ കൊണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. രണ്ടും അടിപൊളിയാണ്. നല്ല ഫ്രാഗ്രൻസിൻ്റെ കാര്യത്തിൽ രണ്ടിനെയും മാറ്റി നിർത്താൻ പറ്റില്ല കേട്ടോ. രണ്ടും നല്ല അടിപൊളി ഫ്രാഗ്രൻസ് ഉള്ള വെറൈറ്റിയാണ്. അടുത്തതായിട്ട് ഈ ഒരു റോസാണ്. മൂഡി ബ്ലൂം എന്നാണ് ഐ ഡി വരുന്നത്. ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഒത്തിരി തൈകളുണ്ട്. 7-8 തൈകളിൽ കൂടുതൽ നമുക്ക് ഏകദേശം ഒരു 10 പ്ലാന്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സ് എല്ലാം 10 പ്ലാന്റ്സിനകത്ത് വരുന്ന ടൈപ്പുകളാണ് കേട്ടോ. കാരണം ഒത്തിരി നമുക്ക് തൈകൾ അവൈലബിൾ അല്ല. കുറച്ച് തൈകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് തയ്ച്ച് തരുന്നതും ആയിരിക്കും. അടുത്ത റോസ് ഇതാണ്. ഒരു പീച്ചും യെല്ലോ എന്ന് പറയാൻ പറ്റില്ല. ഒരു സാൻഡൽ കളറ്, മാമ്പഴ കളർ എന്ന് പറയില്ലേ, അങ്ങനെ ഒരു കോമ്പിനേഷനാണ്. കറക്റ്റ് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പീച്ചാണോ എന്ന് ചോദിച്ചാൽ പീച്ച് ഓറഞ്ചും ഒരു യെല്ലോ, ഒരു ഗോൾഡൻ യെല്ലോ എന്നും പറയാൻ പറ്റില്ല. യെല്ലോയും ഒരു സാൻഡൽ കളറും കൂടെ ചേർന്നിട്ടുള്ളൊരു മിക്സിലാണ് ഈ ഒരു റോസ് ഉള്ളത്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്യുന്നവർക്കെല്ലാം വിത്ത് ഫ്ലവർ തന്നെ നമുക്ക് അയച്ചു തരാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് പീച്ച് ക്രീക്രിയാണ്. പീച്ച് ക്രീക്രിയുടെ നല്ല അടിപൊളി തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പീച്ച് ക്രീക്രിയുടെ നാടൻ ബഡ്ഡിങ് തൈകളാണ്. ഓൺ റൂട്ടഡ് അല്ല, നാടൻ ബഡ് ചെയ്തെടുത്ത തൈകളാണ് കേട്ടോ. നെക്സ്റ്റ് ലോഡ് വരുമ്പോഴത്തേക്ക് നമ്മൾ മാക്സിമം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പീച്ച് ക്രീക്രി കൊണ്ടുവരാനായിട്ട് നോക്കാം. ഇത് ഏകദേശം ഒരു 3 പ്ലാന്റ്സ് മാത്രമേ പീച്ച് ക്രീക്രിയുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളൂ. ഈ ഒരു ലോഡ് ഒരു ചെറിയ ലോഡാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒത്തിരി ഇതും കൊണ്ടുവന്നേക്കുന്നതെല്ലാം വെറൈറ്റീസാണ് കേട്ടോ. നമ്മൾ സെലക്ട് ചെയ്ത് വെറൈറ്റീസ് മാത്രമാണ് ഇത്തവണ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത ലോഡ് ഉടനെ വരുന്നുണ്ട്. ഓൺ റൂട്ടഡ് റോസിൻ്റെ നമ്മൾ സാധാരണ വരുന്ന ലോഡ്, ഓൺ റൂട്ടഡ് റോസിൻ്റെ വെറൈറ്റീസിൻ്റെ ലോഡ് വരുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ബഡ്ഡിങ്ങിൻ്റെ തന്നെയാണ്. പക്ഷേ റെയർ ആയിട്ടുള്ള കളക്ഷൻസ് മാത്രം എടുത്തിട്ടൊരു വീഡിയോ ഇതാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത്. അടുത്തതായിട്ട് ഈ ഒരു പിങ്ക് ക്രീപ്പറാണ് കേട്ടോ. ഇതിൻ്റെ 4 തൈകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പിങ്ക് ക്രീപ്പറാണ്. അത്യാവശ്യം വലിപ്പമുണ്ട്, പൂക്കൾക്ക് വലിപ്പമുണ്ട്. പക്ഷേ മിനിയേച്ചർ ആയിട്ടുള്ള ലീഫും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിന് വരുന്നത്.
മിനിയേച്ചർ ലീഫാണ്. നല്ല രസമാണ് കാണാനായിട്ട്. അത്യാവശ്യം ഫ്രാഗ്രൻസ് ഉള്ള ടൈപ്പുമാണ് കേട്ടോ. ഇതിൻ്റെ മൊട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ വിരിഞ്ഞു തുടങ്ങിയതാണത്. കണ്ടില്ലേ മൊട്ടുകൾ, അത്യാവശ്യം ബഞ്ചായിട്ട് പൂക്കുന്ന ടൈപ്പുമാണ്. അടുത്തതായിട്ട് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു റോസാണ്. ഇത് ഡബിൾ ഡിലേറ്റ് എന്നാണ് ഐ ഡി വരുന്നത്. നമ്മൾ എല്ലാ തവണയും സെയിലിന് കൊണ്ടുവരാനായിട്ട് മാക്സിമം ശ്രമിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഡബിൾ ഡിലേറ്റ്. ഒരു സാൻഡൽ, ഒരു യെല്ലോയിഷ് ആയിട്ടുള്ളൊരു കളറും ഒരു മജന്ത എന്ന് പറയാൻ പറ്റില്ല, ഒരു പിങ്ക് ഷെയ്ഡ് ഒരുപാടായിട്ട് വരില്ല. പെറ്റൽസിൻ്റെ അറ്റത്ത്, ഏറ്റവും അടിയിലെ പെറ്റൽസിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ പിങ്ക് ഷെയ്ഡ് ഇങ്ങനെ വരുന്ന ടൈപ്പാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ വിടർന്ന് 2 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ ഒരു പെറ്റലിൽ ഫുള്ളായിട്ട് ആ ഒരു പിങ്ക് ഷെയ്ഡ് കയറി വരാറുണ്ട്. ഇതിൻ്റെ അകത്തുള്ളൊരു കളർ ഒരു ക്രീം കളറാണ് കേട്ടോ, ക്രീം ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഐ ഡി വരുന്നത് ഡബിൾ ഡിലേറ്റ് എന്നാണ്. ബേബി പാരഡൈസും ഡബിൾ ഡിലേറ്റ് രണ്ടാണ്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതിൻ്റെ കറക്റ്റ് ഐ ഡി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോസാണ്, അടിപൊളി വെറൈറ്റിയാണ്. ഒത്തിരി തൈകളൊന്നും നമുക്കില്ല. സെൻറ്റിമെൻ്റൽ റോസിൻ്റെ ഏകദേശം ഒരു 5 പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്, സെൻറ്റിമെൻ്റൽ റോസിൻ്റെ. പിന്നെ ഇതിൻ്റേത് 3 പ്ലാന്റ്സ് മാത്രമേ നമുക്കുള്ളൂ കേട്ടോ. 3 പ്ലാന്റ്സ് മാത്രമേ ഈ ഒരു ഓറഞ്ചും ഈ ഒരു യെല്ലോ ഷെയ്ഡിലും വരുന്ന ടൈഗർ റോസ്, സ്ട്രൈപ്പ് റോസ് വെറൈറ്റിയാണ് ഇതിൻ്റെ തൈകളുള്ളൂ. അടുത്തതും റെയറായിട്ട് മാത്രമുള്ളൊരു വെറൈറ്റിയാണ് അബ്ര എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി. ഇതിൻ്റെ ഒത്തിരി തൈകളൊന്നും നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. 2 പ്ലാന്റ്സ് മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ കേട്ടോ. ഇപ്രാവശ്യം കാണിക്കുന്നതെല്ലാം നമുക്ക് റെയറായിട്ട് മാത്രം കിട്ടുന്നതാണ്. ഒത്തിരി അങ്ങനെ അവൈലബിലിറ്റി ഉണ്ടാവാത്ത കുറച്ച് വെറൈറ്റീസിൻ്റെ കളക്ഷൻസ് മാത്രമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ കാണുന്ന ഐറ്റംസ് എല്ലാം നമ്മുടെ കയ്യിൽ 10 പ്ലാന്റ്സിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് സ്റ്റോക്കായിട്ടുള്ളൂ. അപ്പോൾ ഓർഡർ ചെയ്യുന്നവർക്ക് പ്ലാന്റ്സ് ഉടനെ തന്നെ ഡിസ്പാച്ച് ചെയ്യും, ഒത്തിരി ഡിലേ ആവില്ല. ഫ്ലവറോട് കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലായിരിക്കും അയച്ചു തരുന്നത്. പിന്നെ അത് ഈ ഒരു റോസാണ്. ഇതിൻ്റെ ഐഡിയ അറിയില്ല. പൂവിന് നല്ല വലിപ്പമാണ്. ഒരൊറ്റ പ്ലാന്റ് മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഒരേ ഒരു പ്ലാന്റ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഒരു ബേബി പിങ്ക് ഷെയ്ഡിലാണ്. പൂക്കളുടെ വലിപ്പം ഇച്ചിരി കൂടുതലായതുകൊണ്ടാണ് ഞാൻ പിന്നെ സെയിലിന് കൊണ്ടുവരാമെന്ന് കരുതിയത്. അതും ഒരുപാട് പ്ലാന്റ് ഒന്നും ഇല്ല, ഒരൊറ്റ പ്ലാന്റ് മാത്രമേ നമുക്കുള്ളൂ കേട്ടോ. ഒരൊറ്റ പ്ലാന്റ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തതായിട്ട് ജോളി റോസാണ്. ജോളി റോസിൻ്റെയും നമുക്ക് ഒരുപാട് തൈകളൊന്നുമില്ല, ഒരേ ഒരു പ്ലാന്റ് മാത്രമേ ജോളി റോസിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ ജോളി റോസിൻ്റെ. ഓറഞ്ച് കളർ, ഡീപ്പായിട്ടുള്ള ഓറഞ്ച് കളറാണ്. ഒരുപാട് പെറ്റൽസ് ഒന്നുമില്ല, ഒരു 4-5 പെറ്റൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഒരു പ്ലാന്റേ ഉള്ളൂ കേട്ടോ, ഹെൽത്തി ആയിട്ടുള്ള തൈകളില്ല, ഒരു തൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം വരുന്നവർക്കായിരിക്കും നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. അടുത്തതായിട്ട് ചന്ദന റോസാണ്. ചന്ദന റോസിൻ്റെത് കഴിഞ്ഞ തവണ നമ്മൾ സെയിലിന് കൊണ്ടുവന്നപ്പോൾ തന്നെ ഒത്തിരി പേർക്ക് കൊടുക്കാൻ പറ്റാത്തതിൽ വിഷമം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യവും നമുക്ക് സെയിം അവസ്ഥ തന്നെയാണ്. ഒരുപാട് പേർക്ക് തരാനുള്ള പ്ലാന്റ്സ് ഒന്നുമില്ല, 3 പേർക്ക് തരാനുള്ള റോസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ചന്ദന റോസിൻ്റെ 3 പേർക്ക് തരാനുള്ള പ്ലാന്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ആദ്യം വന്ന് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ പ്രൊസീഡ് ചെയ്യുന്ന ആരാണോ അവർക്കായിരിക്കും പ്ലാന്റ്സ് അയച്ചു തരുന്നത്. അടുത്തത് നമ്മൾ ഇതുവരെ സെയിലിന് കൊണ്ടുവരാത്തൊരു ഐറ്റമാണ് ചോക്കോലോക്കോ എന്നാണ് ഐ ഡി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു കളർ പറഞ്ഞു തരാനായിട്ട് അറിയില്ല. ഇതിൻ്റെ ഞാൻ നെറ്റിലുള്ള ഇമേജ് കൂടെ ഞാൻ സൈഡിൽ ആഡ് ചെയ്തേക്കാം. വെറൈറ്റി ആയിട്ടുള്ള റോസാണ്. ഒരു വെറൈറ്റി ഏത് കളറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല കേട്ടോ എനിക്ക്. ഇതിൻ്റെ നമുക്കൊരു 5-6 തൈകൾ ഇപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. 5-6 പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. ചോക്കോലോക്കോ എന്നാണ് ഐ ഡി വരുന്നത്. അടിപൊളി വെറൈറ്റിയാണ്, നമുക്കങ്ങനെ കിട്ടുന്ന വെറൈറ്റി അല്ല കേട്ടോ. അടുത്തതായിട്ട് ബേബി പാരഡൈസാണ്. ബേബി പാരഡൈസിൻ്റെ അകം നോക്കിക്കഴിഞ്ഞാൽ പ്യോർ വൈറ്റും ചുറ്റിനുമായിട്ട് പിങ്ക് ഷെയ്ഡുമാണ് വരാറുള്ളത്. നേരത്തെ കാണിച്ച ഡബിൾ ഡിലേറ്റ് നിങ്ങൾക്കറിയാം, അകത്തൊരു ക്രീമി ഷെയ്ഡും ഒരു പിങ്ക് ഷെയ്ഡുമാണ് വരുന്നത്. അപ്പോൾ 2 റോസും തമ്മിൽ മാറിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്ത് പറയുന്നത് കേട്ടോ, മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്ത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മുടെ ബേബി പാരഡൈസിൻ്റെ ഏകദേശം ഒരു 5 തൈകളോളം നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് ഇത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് ഈ ഒരു വെറൈറ്റിയാണ്, സ്ട്രൈപ്പ് റോസ് ആണ്. ഇതൊരു പീച്ച് ഷെയ്ഡിൽ ഒരു വൈറ്റ് വരുന്നതാണ്, വൈറ്റ് അല്ല ഒരു യെല്ലോ, ഒരു ക്രീം ഷെയ്ഡ് വരുന്നതാണ്.
പീച്ചും ക്രീമും മിക്സഡ് ആയിട്ട് വരുന്നത്. നേരത്തെ കാണിച്ചിട്ടുള്ള റോസ് അല്ല, നേരെ ഡിഫറെൻ്റ് ആണ്. ഇത് ഡയറക്റ്റ് കാണുമ്പോൾ മാത്രമേ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണുള്ളത്. പ്ലാൻസ് വേണ്ടൊരു വാട്സപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു.